അപ്രഖ്യാപിത കറണ്ട് കട്ട് ചെറുതായിട്ടൊന്നുമല്ല ആളുകളെ വലിക്കുന്നത് എന്നുള്ളതാണ്. ചൂട് കാരണം ഉള്ളിലിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പുറത്തിറങ്ങിയാൽ ഈ പാമ്പടക്കമുള്ള ക്ഷുദ്രജീവികൾ ആക്രമിക്കുമോ എന്നുള്ള ഭയമാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകൾ എന്നുള്ളതാണ്. ആളുകളൊക്കെ പുറത്തിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ്. ഇത് ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അപ്പാർട്ട്മെന്റിന്റെ പുറത്തായിട്ട് ആളുകൾ ഇരിക്കുന്ന കാഴ്ചയാണ്. ചേച്ചി നന്നായിട്ട് വേർത്തിട്ടുണ്ടല്ലോ, എന്താ അവസ്ഥ? എത്ര നേരമായി പോയി? ദിവസമായി ഇതുപോലെ തന്നെ കറണ്ട് പോകണു. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. ഭയങ്കര ചൂടാണ്. മോളൊക്കെ പുറത്തിറങ്ങി നിൽക്കുക. ആർക്കും ഉറങ്ങാനുള്ളൊരു സാഹചര്യമല്ല ഇപ്പോൾ. ACB-ലൊക്കെ വിളിച്ചായിരുന്നോ? വിളിക്കും, അവർ റെസ്പോൺസ് ചെയ്യാറില്ല. ഫോൺ എടുക്കാറേ ഇല്ല. ബിസിയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏകദേശം 3 മണിക്കൂറോളം ഒക്കെ കറണ്ട് പോയി എന്നൊക്കെ ഈ പുറത്ത് ഇങ്ങനെ റോഡിലൂടെ ഒക്കെ നടക്കുകയായിരുന്നു, ചൂട് സഹിക്കാൻ പറ്റാത്ത. പ്രത്യേകിച്ച് ചെറിയ മക്കളുള്ള വീടുകൾ കൂടിയാണ്. മോളെ ഭയങ്കര ചൂടാണോ, ബുദ്ധിമുട്ടാണോ? ഭയങ്കര ചൂടാണ് ഇവിടെ. രാത്രിയാണ് എപ്പോഴും ഉറങ്ങുന്ന സമയത്താണ് കറണ്ട് പോവാറ്. വാപ്പിക്കൊക്കെ ജോലിയുണ്ട്, രാവിലെ എണീച്ച് പോകണം ഓട്ടം. അപ്പോൾ വാപ്പിക്ക് ഉറങ്ങാൻ പറ്റാറില്ല ചൂട് കാരണം. അപ്പോൾ ഫാൻ ഇടാനും പറ്റില്ല. അതുപോലെ തന്നെ AC ഒന്നും ഇല്ലാത്ത വീടാണ്. അതെ. അപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ചൂട് കാരണം എന്താ ചെയ്യുക? ഞങ്ങൾ ന്യൂസ് പേപ്പർ എടുത്ത് ഇങ്ങനെ ആക്കും, ഭയങ്കര ചൂട് കാരണം. പിന്നെ പുറത്തോട്ട് ഇറങ്ങി നടക്കും, അങ്ങനെയൊക്കെ ചെയ്യും. 2-3 മണിയൊക്കെ ആവും ഉറങ്ങുമ്പോൾ. അപ്പോഴാണ് ഇന്നലെ കറണ്ട് വന്ന ആ സമയത്താണ്. ഇപ്പോൾ കാണുന്നത് ചെറിയ മക്കളടക്കം പുറത്തിറങ്ങി ഇരിക്കുന്നതാണ്. മറ്റുള്ള ആളുകൾ കൂടിയുണ്ട്. ഉള്ളിലൊക്കെ ആയി ജനലൊക്കെ തുറന്നിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾക്കുണ്ടാവുന്നത് എന്നുള്ളതാണ്. ആളുകളൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് കറണ്ട് പോകുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള മുൻകൂട്ടിയുള്ള അറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കാറില്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ്, ദുരിതത്തിൽ തന്നെയാണ് ആളുകൾ ഉള്ളത് എന്നുള്ളതാണ്. ഇത് നഗരപ്രദേശങ്ങളിലെ അവസ്ഥയാണ്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലെ അവസ്ഥ കുറച്ചുകൂടി ദയനീയമാണ് എന്നുള്ളതാണ്. എന്തായാലും വലിയ ദുരിതത്തിൽ ആളുകൾ മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ആളുകൾ പറയുന്നത്. സജൽ ഗുരുവായൂരിനൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.